ഒരു വർഷം മുമ്പ് അന്തരിച്ച ശ്രീ പി.കെ. ശശീന്ദ്രൻ അദ്ദേഹം തയ്യാറാക്കിയ ചൊൽക്കതിരുകൾ എന്നൊരു പുസ്തകം അടുത്തയിടെ പ്രസിദ്ധീകരിക്കപ്പെട്ടു. കഥകളുടെ ഒരു സമാഹാരം എന്ന് പറയാം. കുട്ടികൾക്ക് മാത്രമല്ല മുതിർന്നവർക്കും ഒക്കെ ഉപയോഗിക്കാവുന്ന അതിമനോഹരമായ ഒരു പുസ്തകം. കഥകളെക്കുറിച്ച് പറയുമ്പോൾ കഥകൾ എല്ലാവർക്കും പ്രിയങ്കരങ്ങളാണ്. കുട്ടികൾക്ക് മാത്രമല്ല മുതിർന്നവരും കഥ കേൾക്കാൻ ആഗ്രഹിക്കുന്നവരാണ്. നമ്മുടെ പുരാണത്തിലൊക്കെ കഥയിലൂടെയാണ് എല്ലാ കാര്യങ്ങളും പറഞ്ഞുകൊണ്ടിരുന്നത്. കഥകൾ വളരെ വളരെ പ്രധാനപ്പെട്ടവയാണ്. കഥ രൂപത്തിൽ വലിയ വലിയ കാര്യങ്ങളെല്ലാം അവതരിപ്പിക്കപ്പെടുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. കഥകളുടെ ഒരു അക്ഷയ ഖനിയാണ് നമ്മുടെ പുരാണങ്ങളും ഇതിഹാസങ്ങളും എല്ലാം തന്നെ. മഹാഭാരത കഥയെക്കുറിച്ച് പറയുമ്പോൾ ഒരു കഥയ്ക്ക് പിറകെ വേറൊരു കഥ, ആ കഥയ്ക്ക് പിറകെ വേറൊരു കഥ, അങ്ങനെ നിരന്തരമായി കഥകളുടെ ഒരു വലിയ ഒരു ശേഖരമാണ് മഹാഭാരതം എന്ന് പറയാം. മഹാഭാരതം മാത്രമല്ല, പഞ്ചതന്ത്രത്തെക്കുറിച്ചും നമ്മൾ കേട്ടിട്ടുണ്ട്. വഴിതെറ്റിപ്പോയ അല്ലെങ്കിൽ നേർവഴിക്ക് വരേണ്ട രാജകുമാരന്മാരെ കഥയിലൂടെ ആണ് നേർവഴിക്ക് നടത്തുന്നത്. കഥകൾ മനുഷ്യനെ നേർവഴിക്ക് നയിക്കുന്നവയാണ്. മനുഷ്യ ജന്മം തന്നെ കഥ പറയാനാണ് എന്ന് വിശ്വസിക്കുന്നവരുണ്ട്. അത് മനുഷ്യൻ്റെ ഒരു പ്രത്യേകതയാണ്. കഥ പറയുക, കഥയിലൂടെ കാര്യത്തിലേക്ക് കടക്കുക, കഥയിലൂടെ കാര്യങ്ങൾ അവതരിപ്പിക്കുക എന്നുള്ളത് നമ്മുടെ ഒരു പാരമ്പര്യമാണ്. ഈ കഥയിൽ, ഈ ചൊൽക്കതിരുകൾ എന്ന് പറയുന്ന ഈ പുസ്തകത്തിൽ ഏകദേശം 40-ലടുത്ത് കൊച്ചു കൊച്ചു കഥകളുണ്ട്. ഓരോ കഥയും വലിയ ഒരു ആശയത്തിൻ്റെ ഒരു 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 ചെറിയ രൂപമാണ്. പഴയ കാലത്ത് പറഞ്ഞിരുന്നതും എന്നാൽ നമ്മളൊക്കെ അവഗണിക്കപ്പെട്ടതുമായ നിരവധി കാര്യങ്ങൾ ഈ പുസ്തകത്തിൽ പ്രതിപാദിക്കുന്നുണ്ട്. ചിലതൊക്കെ ചൊല്ലുകളാണ്. പഴയ കാലത്ത് പറഞ്ഞിരുന്ന ചില ചൊല്ലുകളെ ആധാരമാക്കിയാണ്. മനുഷ്യൻ്റെ ജീവിതത്തിൽ അവൻ്റെ ജീവിതം സത്യസന്ധവും അതുപോലെ നന്മയുള്ളതുമായി തീരാൻ, ജീവിതത്തെ ക്രമീകരിക്കാൻ, ജീവിതത്തെ ഐശ്വര്യപൂർണ്ണമാക്കാനുള്ള ഉപദേശങ്ങളുടെ സംഗ്രഹീത രൂപമാണിത്. ഉപദേശം നമുക്ക് ആർക്കും ഇഷ്ടമല്ല. ഉപദേശം നമ്മൾ ആരും സ്വീകരിക്കാറില്ല. ഒരു വിലയില്ലാത്തതാണ് ദേശമാണ് ഉപദേശം എന്ന് പറയാറുണ്ട്. അപ്പോൾ ഇത് ഉപദേശം എന്ന് പറയാൻ പറ്റില്ല. ഉപദേശങ്ങളല്ല, കഥകളാണ്. പക്ഷെ ഓരോ കഥകളും അതിൻ്റേതായ രൂപത്തിൽ വളരെ, ഇതിൻ്റെ അവതാരികയിൽ ശ്രീശൈലം ഉണ്ണികൃഷ്ണൻ സാറ് പറയുന്നത് പോലെ ഹോമിയോ ഗുളികയുടെ രൂപത്തിലാണ്. പുറത്ത് മധുരവും അകത്ത് മരുന്നുമുള്ള ഒരു സംവിധാനം, ഒരു കഥ, ഒരു രീതിയാണ് ഇതിനുള്ളത്. ഉദാഹരണത്തിന്, കൊന്നാൽ പാപം തിന്നാൽ തീരും എന്ന് നമ്മൾ പറയാറുണ്ട്. പക്ഷേ അത് കൊന്നാൽ പാപം തിന്നാൽ തീരും എന്നല്ല, കൊന്നാൽ പാപം തിന്നേ തീരൂ എന്നാണ് കഥാകാരൻ പറയുന്നത്. നമ്മൾ ഒരു പക്ഷിയെ വെടിവെച്ച് വന്ന ആളോട് മുത്തശ്ശി പറയുകയാണ്, മുത്തശ്ശി പാപം, നീ ചെയ്തത് പാപമാണ്, ഒരു പക്ഷിയെ വെടിവെച്ച് കൊന്നത് തെറ്റാണ്, അതിൻ്റെ കുഞ്ഞുങ്ങളിപ്പോൾ വൈകുന്നേരം ആകുമ്പോൾ ആ പക്ഷിയുടെ കുട്ടികൾ തങ്ങൾക്ക് ഭക്ഷണവുമായി അമ്മ എത്തും എന്ന് പ്രതീക്ഷിച്ചിരിക്കുന്നുണ്ടാവും, നീ മഹാപാപമല്ലേ ചെയ്തത് എന്ന് പറയുമ്പോൾ അയാൾ പറയാണ്, ഞാൻ തിന്നാൻ വേണ്ടിയാണ്, എന്ന് വെച്ചാൽ ഈ പാപം, കൊന്നതിൻ്റെ പാപം തിന്നാൽ തീരും എന്നല്ലേ, കൊന്നാൽ പാപം തിന്നാൽ തീരും എന്നല്ലേ എന്ന് ചോദിക്കുമ്പോൾ മുത്തശ്ശി വെളിവാക്കുകയാണ്, പറയുകയാണ്, ഇത് തെറ്റിദ്ധാരണയാണ്. കൊന്നാൽ പാപം തിന്നേ തീരും എന്നാണ്, അല്ലാതെ തിന്നാൽ തീരും എന്നല്ല. ഏത് കർമ്മത്തിൻ്റെയും ഏത് പ്രവർത്തനത്തിൻ്റെയും ഫലം അനുഭവിച്ച് തന്നെ തീർക്കണം. അതുകൊണ്ട് ആ ചൊല്ല് ഇങ്ങനെയാണ് എന്ന് ഒരു പുതിയ വെളിച്ചം തരികയാണ്. യഥാർത്ഥത്തിൽ ഇതുപോലെയുള്ള നിരവധി ചൊല്ലുകളുണ്ട്. ഈ പുസ്തകത്തിൽ തന്നെ അതുപോലെ നിരവധി ചൊല്ലുകളെക്കുറിച്ച് പറയുന്നുണ്ട്. അതുപോലെ തന്നെ മറ്റൊരു കാര്യമാണ്, അർഹിക്കുന്നതേ ആഗ്രഹിക്കാവൂ. മനുഷ്യൻ്റെ വലിയ അത്യാഗ്രഹത്തിൻ്റെ മനുഷ്യൻ പല പല കാര്യങ്ങളും ആഗ്രഹിക്കും. പക്ഷേ നമുക്ക് അർഹിക്കുന്നതാണ് നമ്മൾ ആഗ്രഹിക്കാൻ പാടുള്ളൂ എന്ന് പറയുന്നൊരു കഥയുണ്ട്. ശരിക്കും പറഞ്ഞാൽ അതുപോലെ തന്നെ മറ്റൊന്നാണ്, കയ്യാടിയാലേ വായാടൂ. നമ്മൾ കരാഗ്രേ വസതേ ലക്ഷ്മി കരമധ്യേ സരസ്വതി കരമൂലേതു ഗോവിന്ദ പ്രഭാതേ കരദർശനം എന്ന് പറയുമ്പോൾ ഈ കയ്യിലുള്ള ഓരോ കാര്യങ്ങളും സരസ്വതി ദേവി ആയാലും
മഹാവിഷ്ണുവായാലും എല്ലാം ഒത്തൊരുമിച്ച് നമ്മുടെ ജീവിതത്തെ സുന്ദരമാക്കാനുള്ള മാർഗങ്ങളാണ്. അപ്പോൾ കൈ അതനുസരിച്ച് പ്രവർത്തിക്കുമ്പോഴാണ്, നമ്മൾ അധ്വാനിക്കുമ്പോഴാണ്, നമ്മൾ പ്രവർത്തിക്കുമ്പോഴാണ് നമ്മുടെ ജീവിതം ക്രമീകരിക്കപ്പെടുന്നത്, ജീവിതം ഐശ്വര്യപൂർണ്ണമാകുന്നത് എന്ന് തുടങ്ങിയുള്ള നിരവധി കഥകൾ ഇതിനകത്തുണ്ട്. അതുപോലെ തവളയെ കല്ലെറിഞ്ഞാൽ മൂക്കിൽ കുരുവരും എന്ന് പറയുമ്പോൾ അതെന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത് എന്നൊരു ഒരു ചോദ്യമുണ്ട്. അപ്പോൾ ഇതൊക്കെ പൊതിഞ്ഞു വെച്ച വലിയ ആശയസമ്പുഷ്ടതയുടെ, വലിയ ജീവിത ക്രമീകരണത്തിൻ്റെ, അല്ലെങ്കിൽ ജീവിതത്തിൽ അനുവർത്തിക്കേണ്ട കാര്യങ്ങളുടെ ചുരുങ്ങിയ രൂപങ്ങളാണ് ചെറിയ ചെറിയ വാക്കുകളുടെ ഇതിലുള്ളത്. അതുപോലെ ഒരു കഥയാണ്, അപ്രിയ സത്യം പറയരുത്, ന ബ്രൂയാത് സത്യം അപ്രിയം. ഇത് നമ്മൾ കേട്ടിട്ടുണ്ട്. അപ്രിയമായ സത്യമാണ്, പക്ഷേ അപ്രിയമാണെങ്കിൽ നമ്മളത് പറയാതിരിക്കുകയാണ് നല്ലത് എന്ന് പറയുന്നൊരു കഥ ഇതിനകത്തുണ്ട്. വീട്ടിൽ ക്യാൻസർ വന്ന ഒരു കുടുംബാംഗത്തെക്കുറിച്ച് മുത്തശ്ശി പറയാണ്, അത് അവളോട് പറയണ്ട, അവൾക്ക് ക്യാൻസറാണ് എന്ന കാര്യം പറയണ്ട. കാരണം അപ്പോൾ കൂടെയുള്ളവരൊക്കെ ചോദിക്കുകയാണ് എന്തുകൊണ്ട് അങ്ങനെ പറയണ്ട എന്ന് പറയുമ്പോൾ മുത്തശ്ശി പറയാണ്, എന്തുകൊണ്ട് പറഞ്ഞിട്ടെന്താ കാര്യം, അത് പതുക്കെ അവളുടെ ബാക്കിയുള്ള ശിഷ്ട ജീവിതം സമാധാനപൂർവ്വമായി ജീവിക്കട്ടെ. അതിന് ഉപോത്ബലകമായ ഒരു കഥ, ഒരു നമ്പിയുടെ കഥ മുത്തശ്ശി പറയുകയാണ്. പെരുമ്പാമ്പിൻ്റെ കുഷ്ഠരോഗം ബാധിച്ച അദ്ദേഹത്തിന്, മൂസത്തിന് പെരുമ്പാമ്പിൻ്റെ നെയ്യ് കഴിക്കണം എന്ന് പറയുന്ന സമയത്ത്, അത് നേരിട്ട് പറയുന്ന സമയത്ത് അദ്ദേഹത്തിന് അത് വളരെ ബുദ്ധിമുട്ടുണ്ടാക്കുന്നതാണ്. പെരുമ്പാമ്പിൻ്റെ നെയ്യ് എങ്ങനെ കഴിക്കും, അദ്ദേഹം വളരെ വിഷമിക്കുകയാണ്. പക്ഷേ അദ്ദേഹത്തിന് ഭജന ഇരിക്കുന്ന സമയത്ത് ഒരു ഉപദേശം കിട്ടിയെന്നാണ് പറയുന്നത്. അവിടെ അടുത്തുള്ള നദിയിൽ പോയി കുളിച്ച് ഒരു കുടന്ന വെള്ളം കുടിക്കണം. അങ്ങനെ അത് കഴിഞ്ഞതിന് ശേഷമാണ് മനസ്സിലാക്കുന്നത്, ആ കുടന്ന വെള്ളം കുടിച്ച് ഒരു മാസക്കാലം അദ്ദേഹം അവിടെ ജീവിച്ചു. അതിനുശേഷമാണ് അദ്ദേഹത്തിന് മനസ്സിലാവുന്നത്, അദ്ദേഹത്തിനോടൊപ്പം മറ്റവർക്ക് മനസ്സിലാവുന്നത്, ആ നദിയുടെ തുടക്കത്തിൽ ഒരു പെരുമ്പാമ്പ് ചത്ത് കിടപ്പുണ്ടായിരുന്നുവെന്നും ഒരു പെരുമ്പാമ്പിനെ തന്നെ ഇദ്ദേഹം അകത്താക്കി എന്നും ഈ കഥ പറയുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്, ഇങ്ങനെയുള്ള നിരവധി കഥകൾ ഇതിനകത്തുണ്ട്. ചിരിയെക്കുറിച്ച്, മനുഷ്യൻ ചിരിക്കുന്നതിൻ്റെ ആവശ്യം എന്താണ്, ചിരിക്ക് നമ്മളിപ്പോൾ പറയും ചിരി ആയുസ് കൂട്ടും എന്ന് പറയുന്നത് പോലെ, ചിരിയുടെ ശുഭാപ്തി വിശ്വാസം അല്ലെങ്കിൽ ചിരിയുടെ മഹത്തരമായ കാര്യം, പലതരത്തിൽ നമുക്ക് ചിരിക്കാം. നമുക്ക് എപ്പോഴും പോസിറ്റീവായിട്ട് മറ്റൊരാളെ സമീപിക്കുമ്പോൾ നമ്മുടെ ചിരി മറ്റുള്ളവരിലും സന്തോഷം ഉണ്ടാക്കുന്നു. ഇങ്ങനെ തുടങ്ങിയുള്ള നിരവധി കഥകളുണ്ട്. യഥാർത്ഥത്തിൽ ദൈവത്തിൻ്റെ സ്വന്തം നാടാണ് കേരളം എന്ന് പറയുന്നു. എന്തുകൊണ്ടാണ് അങ്ങനെ പറയാൻ കാരണം എന്ന് തുടങ്ങിയിട്ടുള്ള നിരവധി കഥകളുണ്ട്. അതുപോലെ സമയം നോക്കണം, ഓരോന്നിൻ്റെയും സമയമുണ്ട്. ഓരോ സമയത്തിനനുസരിച്ച് ടൈം, പ്ലേസ്, സ്ഥലം എവിടെയാണ്, സമയം എന്താണ്, ആരാണ് സംസാരിക്കുന്നത്, ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധിച്ചു വേണം നമുക്ക് സംസാരിക്കാൻ. അതിനെക്കുറിച്ചൊരു കഥയുണ്ട്. ഒരു തുടം പാല് എന്നൊരു കഥയുണ്ട് ഇതിനകത്ത്. ഒരു തുടം പാല്, രാജ്യത്തിൽ വലിയ ക്ഷാമം സംഭവിക്കുകയാണ്. വേനൽക്കാലം വന്ന് കൃഷിയൊക്കെ നശിച്ചു. ആ സമയത്ത് ഒരു സന്യാസി അവിടെ ഒരു പരിഹാരം നിർദ്ദേശിക്കുകയാണ്. കാടിനകത്തൊരു കിണറുണ്ട്, അതിനടുത്തൊരു ക്ഷേത്രമുണ്ട്. ആ ക്ഷേത്രമൊക്കെ വെളിപ്പിച്ച് ആ കിണറിൽ നിന്ന് ഉള്ള വെള്ളമെടുത്തിട്ട് അഭിഷേകം ചെയ്യണം. അതാണ് ആ ക്ഷേത്രം ചെയ്യണത്. പക്ഷേ അതിന് പകരം ഈ വരൾച്ചയുടെ കാരണം കൊണ്ട് ആ കുളത്തിൽ ഒരു തുടം പാല് എല്ലാവരും കൊണ്ട് ഒഴിക്കണം. ആ പാൽ ഉപയോഗിച്ച് വേണം ഇപ്രാവശ്യം അഭിഷേകം ചെയ്യാൻ. രാജാവ് എല്ലാവരോടും പ്രഖ്യാപിച്ചു, ആ കുളത്തിൽ, ആ കിണറ്റിൽ എല്ലാവരും ഒരു തുടം പാലൊഴിക്കണമെന്ന് പറഞ്ഞു. നിശ്ചയിച്ച ദിവസം വന്ന് നോക്കിയ സമയത്ത് അഭിഷേകത്തിന് വേണ്ടി ആ കിണറ്റിൽ നിന്ന് പാലെടുക്കാൻ വേണ്ടി നോക്കിയ സമയത്ത് ആ പാലിന് പകരം വെള്ളമാണ് കിട്ടിയത്. കാരണം എല്ലാവരും കരുതി, ഓരോരുത്തരും കരുതി, ഇത്രയധികം ആൾക്കാർ ഒരു തുടം പാൽ ഒഴിക്കുന്ന സമയത്ത് ഒരു തുടം വെള്ളം ഒഴിച്ചാൽ പ്രയാസം ഉണ്ടാവില്ല, ആരും അറിയില്ല എന്ന് വിചാരിച്ച് എല്ലാവരും വെള്ളം കൊണ്ടൊഴിച്ചു. അവസാനം പാലിന് പകരം വെള്ളമാണ് കിണറ്റിലുണ്ടായിരുന്നത്. ഇങ്ങനെ ഒരു സാമൂഹ്യ ബോധമില്ലാത്ത സമൂഹത്തിൽ ദാരിദ്ര്യവും വരൾച്ചയും ഉറപ്പാണ്, അതുകൊണ്ട് ഒന്നും ചെയ്യാനില്ല എന്ന് പറഞ്ഞുകൊണ്ട് സന്യാസി അവിടെ നിന്ന് പോയി എന്നാണ് കഥ. സാമൂഹ്യ ബന്ധങ്ങളിൽ ഓരോരുത്തരും മനസ്സിൽ സമൂഹത്തെക്കുറിച്ചുള്ള കരുതലിൻ്റെ കാര്യത്തിൽ എന്താണ് മനുഷ്യൻ ഓരോരുത്തരും ചെയ്യേണ്ടത് എന്ന് തുടങ്ങിയിട്ടുള്ള കഥകളാണ് ഇതിനകത്ത് കൂടുതലും. യഥാർത്ഥത്തിൽ ഈ കഥ എഴുതിയ ആൾ
പി.കെ. ശശീന്ദ്രൻ അദ്ദേഹം കുട്ടികൾക്ക് അവർക്കിത് കിട്ടണം, ഈ ഒരു സാംസ്കാരിക അവബോധം കിട്ടണം. ഓരോ കാര്യങ്ങളിലും കൃത്യമായ ഒരു ശ്രദ്ധ അദ്ദേഹം വെച്ചു പുലർത്തിയിട്ടുണ്ട്. നമ്മൾ കാലാകാലങ്ങളായി പറഞ്ഞുകൊണ്ടിരിക്കുന്ന പല കാര്യങ്ങളും സമൂഹത്തെ സുഘടിതമായ രീതിയിൽ നല്ല രീതിയിൽ ഘടിപ്പിച്ചിരിക്കുന്ന ഒരു സംവിധാനമാണ്. ഈ ചൊല്ലുകളെല്ലാം തന്നെ ആളുകൾക്ക് അല്ലെങ്കിൽ തലമുറയ്ക്ക് കൈമാറ്റം ചെയ്യപ്പെടുമ്പോൾ അതിൽ കൂടെ വലിയൊരു സന്ദേശം, വലിയൊരു ഒരു ഒരു ബോധ്യം അവരുടെ മനസ്സിൽ ഊട്ടിയുറപ്പിക്കുന്നതാണ് എന്ന് ഈ കഥകൾ ഓരോന്നും പറയുന്നു. അപ്പോൾ അന്തിക്കില വെട്ടരുത് എന്നൊരു കഥ ഇതിനകത്തുണ്ട്. അന്തിക്കില വെട്ടരുത് എന്ന് പറയുമ്പോൾ എന്തുകൊണ്ട് അന്തിക്കില വെട്ടാൻ പാടില്ലാത്തത്? അന്തിക്ക് സാധാരണ ജീവികളെല്ലാം അവരുടെ താമസം ഈ ഇലയുടെ ഓരോ ഇലയുടെയും അടിയിലായിരിക്കും. അപ്പോൾ അവർ ഒരിക്കലും ഇതിലൊരു കഥ പറയുകയാണ്. ഒരു ഇല വെട്ടിക്കൊണ്ടുവന്ന് വീട്ടിൽ വെച്ച സമയത്ത് ഒരു അത്യാവശ്യ കാര്യത്തിന് വേണ്ടിയിട്ടുള്ള ഒരു മരുന്നിന് വേണ്ടി ഇല രാത്രി പറിച്ചുകൊണ്ട് വെച്ചു. കുറച്ച് കഴിഞ്ഞപ്പോൾ കുട്ടികളെല്ലാം കരയുന്ന കേട്ട് നോക്കിയ സമയത്ത് അതിനകത്തൊരു ഓന്തിരിപ്പുണ്ട്. ഈ ഒന്നിനെ പോലെ മറ്റു തല ജീവികളും ഈ ഇലകളുടെ അടിയിലുണ്ടാവും. അതുകൊണ്ടാണ് അന്തിക്ക് ഇല വെട്ടരുത്. അന്തിക്ക് അവ ഉറങ്ങുന്നത് ആ ഇലയുടെ അടിയിലാണ്. അതുകൊണ്ട് ഇലയിൽ ഉറങ്ങുന്നത് അന്തിയാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് നമ്മളോട് നമ്മുടെ പൂർവികന്മാർ അന്തിക്കില വെട്ടരുത് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് ഇങ്ങനെയുള്ള കാര്യങ്ങൾ, കരിയില മണ്ണാങ്കട്ടയുടെയും കരിയിലയുടെയും കഥ, അതുപോലെ ഭാഗ്യത്തിൻ്റെ കാര്യം, ഭാഗ്യം കൂടി വേണം എന്ത് ചെയ്താലും. പരമേശ്വരനും പാർവതീദേവിയും ഒരു ഭക്തന് അവർക്ക് നിധി നൽകാൻ തീരുമാനിച്ചു. പക്ഷേ നിധിയുടെ അടുത്തെത്തുമ്പോൾ നിധി വഴിയിൽ വെച്ചു. ഈ ഭക്തൻ അവിടെ എത്തുമ്പോൾ അദ്ദേഹം ചിന്തിച്ചു, താൻ കണ്ണ് കണ്ടിട്ടാണല്ലോ ഇങ്ങനെ നടന്നു പോകുന്നത്, പക്ഷെ കണ്ണ് കാണാതിരുന്നാൽ എന്താണ് സംഭവിക്കുക എന്ന് വിചാരിച്ച് ആ നിധി ഇരിക്കുന്ന സ്ഥലത്തെത്തിയപ്പോൾ അദ്ദേഹം കണ്ണ് അടച്ച് നടന്നുപോയി. നിധി അദ്ദേഹത്തിന് കിട്ടിയില്ല. അപ്പോൾ കഥയുടെ പറയുന്നത് എല്ലാം തികഞ്ഞാലും നമുക്ക് ഈശ്വരാനുഗ്രഹത്തോടൊപ്പം തന്നെ നമുക്കൊരു ഭാഗ്യം കൂടി നമുക്കുണ്ടാവേണ്ടതുണ്ട്. ആ ഭാഗ്യമില്ലാത്തവർക്ക് പലപ്പോഴും നഷ്ടങ്ങൾ സംഭവിക്കും. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഈ കഥകളെല്ലാം, ഓരോ കഥകളും ഒരു അധ്യാപകൻ്റെ ഒരു പഠിപ്പിക്കുന്ന അല്ലെങ്കിൽ ഒരു നേർവഴിക്ക് നയിക്കുന്ന ഒരു ആചാര്യൻ്റെ സ്ഥാനം ഓരോ കഥയ്ക്കുമുണ്ട്. ഈ ആചാര്യന്മാരെല്ലാം പണ്ടുകാലത്തും ചെയ്തിരുന്ന ഇങ്ങനെ തന്നെയാണ്. ഓരോ കഥകൾ അവതരിപ്പിക്കുക, കഥകളിലൂടെ ആ കഥകളുടെ മനസ്സിൽ സ്വാധീനം ചെലുത്തുകയും അത് അങ്ങനെ മാറ്റം വരുത്തുകയും ചെയ്യുക എന്നുള്ളതൊരു രീതി നമ്മുടെ നാട്ടിലുണ്ടായിരുന്നു. സുകുമാര കവിയുടെ കഥ ഇതിനകത്തുണ്ട്. തെറ്റ് പറ്റാതെ നോക്കണം, നമുക്ക് തെറ്റ് സംഭവിക്കരുത്. പക്ഷേ പറ്റിപ്പോയാൽ മറക്കൊല, അത് മറച്ചു വയ്ക്കരുത്. ഒരു തെറ്റ് സംഭവിക്കാതെ നോക്കുക, അത് പ്രധാനപ്പെട്ടതാണ്. പക്ഷേ തെറ്റ് മനുഷ്യ സഹജമാണ്, തെറ്റ് സംഭവിക്കും. പക്ഷേ അത് മറച്ചു വയ്ക്കരുത്. ഇനി തെറ്റ് പറ്റിക്കഴിഞ്ഞാൽ അതിനെ മറയ്ക്കാൻ പാടില്ല പറയുന്നൊരു കഥയുണ്ട്. അത് സുകുമാരകവിയുടെ കഥയാണ്. അത് നമുക്കൊക്കെ പരിചിതമായ കഥയാണ്. അദ്ദേഹം വീണ്ടും ആവർത്തിക്കുകയാണത്. അദ്ദേഹത്തിന് ഈ തൻ്റെ ഗുരുവിനെ ഇല്ലായ്മ ചെയ്യാൻ തീരുമാനിച്ച സുകുമാരകവി രാത്രി ഗുരുപത്നിയോട് ഗുരു പറയുന്നത് കേൾക്കുകയാണ്. ഇത്രയും മിടുക്കനായ, ഇത്രയും കഴിവുള്ള സുകുമാരൻ, അവൻ മിടുക്കനാണ്, അവനെ ശ്രദ്ധിക്കേണ്ടതുണ്ട്, അവനെ ഈ ആശ്രമത്തിൻ്റെ എല്ലാ ചുമതലയും ഏൽപ്പിക്കണമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അതുകൊണ്ടാണ് അവനെ ഒരു കളങ്കമില്ലാതിരിക്കാൻ വേണ്ടിയാണ് നിരന്തരമായി അവനെ ഞാൻ ശിക്ഷിക്കുന്നത്, അവൻ്റെ ഓരോ ചെറിയ തെറ്റിനെയും ഞാൻ ശ്രദ്ധിക്കുന്നത് അതുകൊണ്ടാണ് എന്ന് ഗുരു പറയുമ്പോൾ സുകുമാരന് മനസ്സിലാവുകയാണ്. തന്നോടുള്ള ഗുരുവിൻ്റെ ആ സ്നേഹവും വാത്സല്യമൊക്കെ മനസ്സിലാക്കിയിട്ട് താൻ ഇത്രയും തന്നോട് സ്നേഹമുള്ള ഗുരുവിനാണല്ലോ താൻ ഇല്ലായ്മ ചെയ്യാൻ ശ്രമിച്ചത് എന്ന് മനസ്സിലാക്കി പശ്ചാത്താപം വന്നപ്പോൾ ഈ താൻ ചെയ്യാൻ ശ്രമിച്ച വീടിൻ്റെ മുകളിൽ ഒരു കല്ല് കൊണ്ടുവച്ച് ഗുരുവിൻ്റെ മേലെ അത് ഉരുട്ടിയിട്ട് ഗുരുവിനെ കൊല്ലാൻ ശ്രമിച്ചിരുന്ന സുകുമാരന് വല്ലാത്ത പശ്ചാത്താപം ഉണ്ടാവുകയാണ്. താൻ ചെയ്ത തെറ്റിനെക്കുറിച്ച് ബോധ്യം വന്ന് ഗുരുവിനോട് തന്നെ ചോദിക്കുകയാണ്, ഗുരുവിനെ കൊല്ലാൻ ശ്രമിച്ചാൽ എന്താണ് ശിക്ഷ, എന്താണ് എന്ന് ചോദിക്കുന്ന സമയത്ത് ഗുരു പറയാണ്, വെന്ത് മരിക്കുക, ഉമിത്തിയിൽ വെന്ത് ഇല്ലാതാവുകയാണ് അതിൻ്റെ പ്രായശ്ചിത്തം എന്ന് പറയുകയാണ്. പക്ഷേ തൻ്റെ ശിഷ്യനോട് അത് ഒന്നുകൂടി പറയുന്നുണ്ട്, പശ്ചാത്തപിക്കുകയാണെങ്കിൽ അത് മാറ്റിയെടുക്കാം, അങ്ങനെ തന്നെ ശിക്ഷ അനുഭവിക്കണമെന്നില്ല. പക്ഷെ നീ അങ്ങനെ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ നീ തുറന്നു പറഞ്ഞാൽ നമുക്ക് പശ്ചാത്താപത്തോടുകൂടി നിനക്കതിൽ നിന്ന് രക്ഷ നേടാമെന്ന് പറയുന്നുണ്ടെങ്കിലും സുകുമാരൻ അത് സമ്മതിക്കുന്നില്ല. അയാൾ സ്വമേധയാ ആ ശിക്ഷ ഏറ്റുവാങ്ങുന്നതാണ് ആ കഥ.
ആ കഥ വളരെ മനോഹരമായി ഇതിൽ ചിത്രീകരിച്ചിട്ടുണ്ട്. മറ്റൊരു കഥയാണ് കാളിദാസൻ്റെ ഒരു കഥ ഇതിലുണ്ട്. ഏക് പാലി ദ്വിപാലി എന്ന് പറഞ്ഞിട്ടൊരു കഥ. ഏക് പാലി എന്നാണ് ആ കഥയുടെ പേര്. ഒരു കാളിദാസൻ്റെ കവിത്വത്തെക്കുറിച്ച് അല്ലെ അദ്ദേഹത്തിൻ്റെ ഗുണങ്ങളെക്കുറിച്ച്, അദ്ദേഹത്തിൻ്റെ കഴിവിനെക്കുറിച്ച് കാണിക്കുന്നൊരു കഥയാണത്. അദ്ദേഹം ഓരോ സമയത്തും രാജകൊട്ടാരത്തിൽ നിന്ന് പോകുന്ന സമയത്ത് അദ്ദേഹത്തെ തിരിച്ചു കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ചെയ്യുന്ന പല പരിശ്രമങ്ങളുണ്ട്. അതിൽ ഒരു പ്രാവശ്യം കാളിദാസൻ ഇങ്ങനെ പോയ സമയത്ത് അദ്ദേഹത്തെ തിരിച്ചു വന്നില്ല. അപ്പോൾ തിരിച്ചു വരാതിരിക്കുന്ന സമയത്ത് ഭോജരാജാവ് ഒരു വലിയ മത്സരം നടത്തുകയാണ്. ആ മത്സരത്തിൽ ഇതുവരെയും കേൾക്കാത്ത ഒരു കവിത ചൊല്ലണം, ഒരു ശ്ലോകം ചൊല്ലണം എന്ന് ആവശ്യപ്പെടുകയാണ്. അപ്പോൾ ഭോജരാജാവിൻ്റെ കൊട്ടാരത്തിൽ 3 പേരുണ്ട്, 4 പേരുണ്ട്. ആ 4 പേരിൽ ഓരോരുത്തർക്കും ഓരോ പ്രത്യേകതയുണ്ട്. ആദ്യത്തെ ആളെ സംബന്ധിച്ചിടത്തോളം ഏക് പാലി, അയാൾക്ക് ഒരു പ്രാവശ്യം കേട്ട് കഴിഞ്ഞാൽ അയാൾക്കത് ബൈഹാർട്ടാവും, അയാൾക്ക് മനസ്സിൽ ഉറച്ചു നിൽക്കും. അടുത്ത ആൾ ദ്വിപാലിയാണ്. ദ്വിപാലിക്ക് 2 പ്രാവശ്യം കേട്ട് കഴിഞ്ഞാൽ അയാൾക്ക് അത് മനസ്സിൽ ഓർമ്മ നിൽക്കും. അടുത്ത ആൾ ത്രിപാലിയാണ്. അയാൾക്ക് 3 പ്രാവശ്യം കേട്ടാൽ ഓർമ്മ നിൽക്കും. 4ാമത്തെ ആൾ ചാർപാലിയാണ്. അദ്ദേഹത്തിന് 4 പ്രാവശ്യം കേട്ടാൽ മനസ്സിൽ ഓർമ്മ നിൽക്കും. അപ്പോൾ വരുന്ന ആളുകളെല്ലാം, കവികളെല്ലാം വന്ന് കഥകൾ ശ്ലോകങ്ങൾ അവതരിപ്പിക്കുകയാണ്. അപ്പോൾ ആദ്യത്തെ ഏകപാലിയെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രാവശ്യം കേട്ട് കഴിഞ്ഞാൽ അത് കാണാതറിയാം, പഠിക്കുക അയാൾ. അപ്പോൾ അത് കേട്ട് കഴിഞ്ഞാൽ അയാൾ ഇത് ഞാൻ കേട്ടിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് അയാൾ ഇത് ചൊല്ലും. അപ്പോൾ 2 പ്രാവശ്യം കേട്ട് കഴിഞ്ഞു. അപ്പോൾ 2ാമത്തെ ആൾ ദ്വിപാലിക്ക് പറയുക ഞാനും കേട്ടിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് അയാൾ ആവർത്തിക്കും. അപ്പം അങ്ങനെ ഈ വന്ന കവികളെല്ലാം അവതരിപ്പിച്ച പുതിയ പുതിയ ശ്ലോകങ്ങൾ എല്ലാം കേട്ടിട്ടുള്ളതാണ്, നേരത്തെ ഉള്ളതാണ് എന്ന് പറഞ്ഞ് അവരൊക്കെ പരാജയപ്പെടുത്തുന്ന സമയത്ത് ഒരു സാധാരണ സ്ത്രീ വന്നിട്ട് പറയാണ്, ഒരു കവിത അവതരിപ്പിക്കുകയാണ്. ആ കവിതയിൽ ആ ശ്ലോകത്തിൽ ചോദിക്കുകയാണ്, രാജാവിന് ചോദിക്കുകയാണ്, അല്ലയോ രാജാവേ, ശ്ലോകത്തിൻ്റെ അർത്ഥം ഇതാണ്, അല്ലയോ രാജാവേ, അങ്ങയുടെ പിതാവ് എനിക്ക് തരാനുള്ള 1,00,000 സ്വർണ്ണ നാണയം അത് എപ്പോഴാണ് എനിക്ക് തിരിച്ചു തരിക എന്നാണ് ആ ശ്ലോകത്തിൻ്റെ അർത്ഥം. ഇത് കേട്ടപ്പോൾ ആകെ ഏക്പാലിക്കൊക്കെ പ്രയാസമായി. കാരണം ഇത് കേട്ടിട്ടുള്ളതാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും രാജാവിൻ്റെ അച്ഛൻ ഒരു 1,00,000 സ്വർണ്ണ നാണയം ഈ സ്ത്രീക്ക് കൊടുക്കാനുണ്ട് എന്ന് ഉറപ്പായി. അത് കൊടുക്കേണ്ടി വരും. കേട്ടിട്ടില്ല എന്ന് പറഞ്ഞാലും രാജാവ് പ്രഖ്യാപിച്ച 1,00,000 സ്വർണ്ണ നാണയം ഈ സ്ത്രീക്ക് കൊടുക്കേണ്ടി വരും. അങ്ങനെ അവസാനം ഈ സ്ത്രീയുടെ മുമ്പിൽ ഇവർ പരാജയപ്പെടുകയാണ്. അത് രാജാവിന് മനസ്സിലായി, ഇത് കാളിദാസനല്ലാതെ വേറൊരാൾക്കും ഇങ്ങനൊരു ശ്ലോകം രചിക്കാൻ പറ്റില്ല എന്ന് മനസ്സിലാക്കി ആ സ്ത്രീ താമസിക്കുന്ന സ്ഥലത്തേക്ക് അവരെ പിന്തുടർന്ന് പോകാൻ തീരുമാനിക്കുകയാണ്. അപ്പോൾ ഈ രീതിയിൽ വളരെ രസകരമായ അതിമനോഹരമായ കഥകൾ ഇതിനകത്തുണ്ട്. ഏകദേശം 40 കഥകൾ. വാൽമീകിയുടെ കഥ തുടങ്ങി സാധാരണ നമ്മൾ കേട്ടിട്ടുള്ളതും നമ്മൾ അറിയാവുന്നതാണ്. ഈ ചൊല്ലുകളെല്ലാം നമ്മൾ കേട്ടിട്ടുള്ളതായിരിക്കും. ഈ കഥകളൊക്കെ ഒരു പക്ഷേ നമ്മൾ കേട്ടിട്ടുള്ളതായിരിക്കും. അണ്ടനും അടകോടനും എന്നൊരു കഥയുണ്ട്. നമ്മൾ സാധാരണ അണ്ടനും അടകോടനും എന്ന് പറയും. ഈ അണ്ടനും അടകോടനും പറയുന്നത് കേട്ട് ചെയ്യരുത് എന്ന് പറയുമ്പോൾ എന്താ അതിൻ്റെ അർത്ഥം? ശരിക്കും പറഞ്ഞാൽ അണ്ടനും അടകോടനെ ഒരു കഥ ഇതിൽ പറയുന്നുണ്ട്. ഗുരുവിൻ്റെ ശിഷ്യന്മാരായ അണ്ടനും അടകോടനും. അണ്ടന് അവർ വൈകുന്നേരങ്ങളായാൽ ഗുരുവിൻ്റെ കാല് തടവി കൊടുക്കുന്നു, അല്ലെങ്കിൽ അദ്ദേഹത്തെ പരിചരിക്കുക എന്നൊരു ഇതുണ്ട്. ഇടതുകാല് അണ്ടനും വലതുകാല് അടകോടനുമാണ്. ഒരു ദിവസം രണ്ടുപേരും സ്വാർത്ഥമതികളാണ്. അവരവരുടെ കാര്യങ്ങൾ ചിന്തിക്കുന്നവരാണ്, ബുദ്ധിശൂന്യരാണ്. അവരൊരു ദിവസം വൈകിട്ട് അണ്ടൻ വന്ന് നോക്കുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ അടകോടൻ തിരുമ്മിക്കൊടുക്കുന്ന കാലിൽ ഒടിഞ്ഞിരിക്കുകയാണ്. എന്തോ കാരണം കൊണ്ട് അത് അണ്ടൻ അടിച്ച് എന്തോ കാരണം കൊണ്ട് ഇതാക്കിയിരിക്കുകയാണ്. അപ്പം താൻ നോക്കുന്ന കാല് മറ്റേ ആൾ ആക്രമിച്ചു എന്ന് മനസ്സിലായപ്പോൾ ആ മറ്റേ കാലിന് ഇദ്ദേഹവും അവൻ്റെ കാല് എന്നുള്ള നിലയിൽ ഗുരുവിൻ്റെ മറ്റേ കാലും അടിച്ച് ഒടിക്കുകയാണ്. അപ്പോൾ ബുദ്ധിശൂന്യരായ 2 ശിഷ്യന്മാർ ഗുരുവിൻ്റെ 2 കാലും അടിച്ച് ഒടിക്കുമ്പോൾ എന്തെങ്കിലും പറയുന്ന ആളുകൾ, ഒരു വിചാരമില്ലാതെ സ്വാർത്ഥമതികളായിട്ടുള്ള ആളുകളെ സൂചിപ്പിക്കാനാണ് അണ്ടനും അടകോടനും. അവരെന്തെങ്കിലുമൊക്കെ പറയും. അതിൽ ബുദ്ധിയോ അല്ലെങ്കിൽ യുക്തിയോ ഉണ്ടാവണമെന്നില്ല. അതുകൊണ്ട് അണ്ടനും അടകോടനും പറഞ്ഞതുപോലെ എന്ന് പറയുന്നത് അതുകൊണ്ടാണ്. അപ്പോൾ ഈ രീതിയിലുള്ള നിരവധി കഥകൾ
നിരവധി രസകരമായ കഥകൾ ഉള്ള ഒരു പുസ്തകമാണിത്. ഇത് പുതിയതായിട്ട് അടുത്ത കാലത്ത് പ്രസിദ്ധീകരിച്ചതാണ്. നേരത്തെ തയ്യാറാക്കി വെച്ച് മയിൽപ്പീലി പോലെയുള്ള മാസികകളിലും അതുപോലെ ക്ഷേത്രശക്തി പോലെയുള്ള മാസികയിലൊക്കെ കണ്ടശ പ്രസിദ്ധീകരിച്ചതാണ്. പക്ഷേ അതെല്ലാം കൂടി ചേർത്ത് അതിമനോഹരമായ ഒരു പുസ്തകമാക്കി വന്നിട്ടുണ്ട്. അതുപോലെ ഇരുന്നുണ്ണരുത്, അതുപോലെ മണ്ഡലവ്രതം, അത്താഴശേഷം തീരുമാനം വേണ്ട, ഇതുപോലെയുള്ള രസകരമായ പേരുകൾ കൊടുത്തിട്ടുള്ള ഉപ്പുതൊട്ട് കർപ്പൂരം വരെ, ഇതിനെക്കുറിച്ചൊക്കെ വളരെ മനോഹരമായിട്ട് പ്രതിപാദിച്ചിട്ടുള്ള, കുട്ടികൾക്ക് മാത്രമല്ല, ഇത് കുട്ടികൾക്ക് വേണ്ടി തയ്യാറാക്കിയതാണ് എന്ന് ധരിക്കരുത്. കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ പ്രയോജനപ്പെടുത്താൻ പറ്റുന്ന വളരെ മനോഹരമായ ഒരു പുസ്തകമാണ് ഈ വായനാ ദിനത്തിൽ ഞാൻ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത്. ഇത് തീർച്ചയായിട്ടും എല്ലാവരും വാങ്ങുകയും വായിക്കുകയും ചെയ്യേണ്ട ഒരു പുസ്തകമാണെന്ന് ഞാൻ സൂചിപ്പിക്കുകയാണ്.